പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രിയ മക്കളെ, നോക്കൂ, നമുക്ക് വേണ്ടി കർത്താവപ്പച്ചൻ ഹല്ലേലൂയ, അതായത് അപ്പനെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി അപ്പൻ ഹല്ലേലൂയ നൽകി തരുന്നത് എന്തൊക്കെയാ? ആരുടെയും ഹല്ലേലൂയ, അതായത് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത രീതിയിലാ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് വിചാരിക്കാത്ത, അതായത് ഇവർ ഇപ്രകാരമായി തീരുമോ, ഇവരുടെ സ്ഥിതി എന്തായി തീരുമെന്നൊക്കെ തോന്നുന്നവരുടെ മധ്യത്തിൽ കർത്താപ്പച്ചൻ ആശ്ചര്യമാകുമാറാ ഹല്ലേലൂയ ദൈവമക്കളെ കരുതുന്നത്. ഹല്ലേലൂയ ഇവിടെ പറയുന്നുണ്ട്, ഒരുക്കിയിട്ടുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. യേശു അപ്പച്ചനെ സ്നേഹിക്കുന്ന മക്കൾക്ക് അപ്പൻ ഒരുക്കി കൊടുക്കുന്ന എന്താ? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലാ കർത്താപ്പച്ചൻ തൻ്റെ മക്കളെ പോറ്റി പുലർത്തുന്നത്. ഹല്ലേലൂയ കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കർത്താപ്പച്ചൻ കൊടുക്കുന്നുവെങ്കിൽ അപ്പച്ചന്റെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ തൻ്റെ മക്കൾക്ക് എത്രയധികമായിട്ട് അപ്പൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി നൽകി തരുന്നത്, നമ്മെ സ്നേഹിക്കുന്നത്, നമ്മെ കരുതുന്നത്. ഹല്ലേലൂയ പ്രിയ മക്കളെ, നാം ദൈവത്തെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം. ഹല്ലേലൂയ നോക്കൂ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താപ്പച്ചനെ സ്നേഹിക്കണം. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തില് 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ എല്ലാത്തിനും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ആ പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യം വ്യക്തമാകുകയുള്ളൂ, അതായത് മുഴിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ കർത്താപ്പച്ചനെ സ്നേഹിക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് നോക്കൂ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ സ്നേഹം ഉണ്ടായിരിക്കണം. കർത്താപ്പച്ചന്റെ മക്കളെ സ്നേഹിക്കുന്നവരെ ഹല്ലേലൂയ പൂർണ്ണതയോട് വേണം നാം ദൈവത്തെ സ്നേഹിക്കുവാൻ, അപ്പനെ മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ അതായത് ഇരു തോണിയിൽ കാൽ വെക്കുന്നവരായി തീരരുത്. നമ്മൾ പൂർണ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ അവിടെ ഇവിടെ നടന്ന് ഹല്ലേലൂയ പോകാതെ ഒരിടത്ത് തന്നെ ഹല്ലേലൂയ യേശുപ്പനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അപ്പനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഹല്ലേലൂയ സ്നേഹിക്കുകയും കരുതുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 15-ാം അധ്യായത്തില്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ എന്നിട്ട് അത് പറയുന്നുണ്ടല്ലോ 15-ാം അധ്യായത്തില്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഹല്ലേലൂയ നമ്മുടെ കർത്താവപ്പച്ചൻ നമുക്കെല്ലാമായി കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ യേശു അപ്പച്ചൻ നമ്മെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ഹല്ലേലൂയ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ 10-ാം വാക്യത്തിൽ, അതായത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ നോക്കൂ, ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് ഹല്ലേലൂയ അപ്പനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ എന്നിട്ട് പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു പൂർണ്ണത എല്ലാത്തിലും ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി, ഹല്ലേലൂയ, ആ ദൈവ സ്നേഹത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവിക സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്നേഹം കപടമില്ലാത്തതായിരിക്കണം, സ്നേഹം നിർവ്യാജമായിരിക്കണേ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. റോമർക്കെഴുതിയ ലേഖനം 12:9 പറയുന്നത്. ഹല്ലേലൂയ. സ്നേഹം നിർവ്യാജമായിരിക്കണം. ഹല്ലേലൂയ. കപടമില്ലാതെ ഹല്ലേലൂയ സ്നേഹിക്കുന്നുവെങ്കിൽ മനസ്സു തുറന്ന് സ്നേഹിക്കുന്നവരായിരിക്കണം. 12-1 നോക്കൂ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടേനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു പൂർണ്ണതയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എല്ലാത്തിലും പൂർണ്ണതയുണ്ടായി നമുക്ക് അപ്പനെ സ്നേഹിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരായി തീരാം. അപ്പന്റെ ഹല്ലേലൂയ കൽപ്പനകൾ പ്രമാണിച്ച് അപ്പന്റെ ഗീതത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പൂർണ്ണമായി എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ആ ദൈവിക സ്നേഹം വേണ്ടും പോലെ അനുഭവിപ്പാനിടയാകണമേ. തിരുകരങ്ങളിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ ഹല്ലേലൂയ ഓരോ മക്കളും ഹല്ലേലൂയ ആയിത്തീരുവാൻ കർത്താവെ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പന്റെ ഹല്ലേലൂയ ആ ദൈവ സ്നേഹം ഹല്ലേലൂയ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹല്ലേലൂയ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.